ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന കോപ്പ ഡെൽ റേയിൽ ഫൈനലിനെ കുറിച്ചാണ്. ഫൈനലിൽ റയൽ സോസിഡാഡ് അത്ലറ്റിക്കോ മഡ്രിഡിനെ പരാജയപ്പെടുത്തിയിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിയിട്ട് അവരുടെ കനക കിരീടം ചൂടിയിരിക്കുകയാണ് കോപ്പ ഡെൽ റേയിൽ. അങ്ങനെ സിമിയോണിയുടെ പിള്ളേർ കിരീടമില്ലാതെ വീണ്ടും മടങ്ങേണ്ടി വരുമോ എന്ന് ഇനി ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. അവര് ബാഴ്സലോണനെയും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും അതേപോലെ തന്നെ കോപ്പ ഡെൽ റേയിലും ബാഴ്സലോണയൊക്കെ തരിപ്പണമാക്കിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്ന് റയൽ സോസിഡാഡ് എന്ന് പറയുന്ന ആ ഒരു ക്ലബിനോട് ഫൈനലിൽ ആദ്യ ഗോള് റയൽ സോസിഡാഡ് 14 സെക്കൻഡിൽ കളി തുടങ്ങി ഫസ്റ്റ് വിസിൽ മുഴങ്ങി നിമിഷങ്ങൾക്ക് ആ ഒരു കിടിലൻ ഗോളിലൂടെ റയൽ സോസിഡാഡ് മുന്നിലെത്തിയാണ്. 18-ാം മിനിറ്റിൽ ലുക്മാൻ എന്ന അത്ലറ്റിക്കോ മഡ്രിഡിന് വേണ്ടിയിട്ട് ലുക്മാൻ ആ 18-ാം മിനിറ്റിൽ സമനില ഗോൾ നേടുന്നുണ്ട്. വീണ്ടും 45-ാം മിനിറ്റിൽ നമ്മുടെ സ്പെയിനിന് വേണ്ടിയും അതേപോലെ റയൽ സോസിഡാഡിന് വേണ്ടിയൊക്കെ അങ്ങനെ ഫൈനലുകൾ ഗോളടിച്ച് കൂട്ടുന്ന ചകയുണ്ടല്ലോ. 45 മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ ലീഡ് നേടുകയാണ്. പിന്നെ കഠിന പോരാട്ടത്തിലായിരുന്നു അത്ലറ്റിക്കോ മഡ്രിഡ് ആ 2-2 സമനില എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ 80 മിനിറ്റുകൾക്ക് ശേഷം ഗോളിയാൻ ആൽവാരസ് കിട്ടുന്ന ഒരു കിടിലൻ ഗോളിലൂടെ അവര് 2-2 സമനിലെത്താണ്. പിന്നെ 90 മിനിറ്റ് നിർണായകമായ 90 മിനിറ്റ് കടന്നുപോയി. അതിനുശേഷം എക്സ്ട്രാ ടൈം വരികയാണ്. എക്സ്ട്രാ ടൈമിൽ ആദ്യ 15 അതിനുശേഷമുള്ള 15 മിനിറ്റിന്റെ തുടക്കമൊക്കെ റയൽ സോസിഡാഡിന്റെയും അത്ലറ്റിക്കോ മഡ്രിഡിന്റെയും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളായിരുന്നു നിറഞ്ഞൊരു കളിയായിരുന്നു. അതിൽ റയൽ സോസിഡാഡ് ഫസ്റ്റ് ഹാഫിൽ 15 മിനിറ്റ് കിട്ടിയ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്തിരുന്നു. പിന്നെ അവർ സമയം കളഞ്ഞ് അങ്ങനെ സമനിലയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ഡിഫൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കളിച്ചു. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ട് വരുന്നുണ്ട്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ സെർലോത്തും മൂലൻ ആൽവാരസും എടുത്ത 2 കിടിലൻ കിക്കുകളും സേവ് ചെയ്തുകൊണ്ടിട്ട് റയൽ സോസിഡാഡിന് വേണ്ടിയിട്ട് കിരീടം സ്വന്തമാക്കി അവരുടെ ഗോൾ കീപ്പറാണ്. സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ടാണ് അവരുടെ മെയിൻ ഗോൾ കീപ്പറിന്റെ കിടിലൻ ഫോമിലാണ്. ആളിനെ അനുസ്മരിപ്പിക്കുന്ന ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ മൂസയുടെയും അതേപോലെ തന്നെ കളിയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ മൂസയുടെയും 2 ഗോൾ കീപ്പർമാരുടെ സേവുകൾ കിടിലായിരുന്നു. 2 ടീമുകൾക്കും കിടിലൻ അവസരങ്ങൾ ലീഡ് നേടാനുള്ള ഉണ്ടായിട്ട് പോലും ഈ ഗോൾ കീപ്പർമാരുടെ മുന്നിലാണ്. അതേപോലെ മൂസയുടെ കാര്യം എടുത്തു പറയണം. അത്ലറ്റിക്കോ മഡ്രിഡ് ഒബ്ലാക്ക് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സീസണിൽ ഇവിടെ ഒന്നും എത്തൂലായിരുന്നു. പക്ഷേ ചങ്ങായി എന്റെ പൊന്നോ എമ്മാതിരി ഗോൾ കീപ്പിംഗ് ആണ്. ആ 2 ഗോൾ വിട്ടതൊക്കെ ശരിയാണ്. പക്ഷേ ഗോൾ കീപ്പിംഗ് സേവുകൾ ചെയ്തിട്ടുണ്ടല്ലോ പെനാൾട്ടിയിൽ. അതിൽ ഒരു പിടി മൂസയുടെ ഒരു സേവ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പിടി മുന്നിലുണ്ടായിരുന്നത് അത്ലറ്റിക്കോ മഡ്രിഡിന്റെ ചങ്ങാട് ആ ഊലിയൻ ആൽവാരസിന്റെ ആ സേവ് മാത്രം എടുത്തത്. ഒരു ഫുൾ ലെങ്ത് ഡൈവിനാണ് അത് ചാടിയിട്ട് ആ സേവ് ചെയ്യുന്നത്. അങ്ങനെ അത്ലറ്റിക്കോ മഡ്രിഡ് വീണ്ടും ഫൈനലിൽ കാലിട്ടിറക്കുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആഴ്സണലിൽ എന്താണ് അവസ്ഥ അതേപോലെയാണ് ഇവിടെ അത്ലറ്റിക്കോ മഡ്രിഡ് കുറെ കാലമായി കപ്പുകൾ ഇങ്ങനെ കിട്ടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിമിയോനുടെ ഒരു നീണ്ടകാല അത്ലറ്റിക്കോ മഡ്രിഡ് കരിയറിൽ 2 ലാലീഗ് 2013-14 സീസണിൽ അതേപോലെ 2020-21 സീസണിൽ 2 ലാലീഗ് ട്രോഫി അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യുഎഫ യൂറോപ്പ ലീഗ് 2 പ്രാവശ്യം 2011-12 സീസണും 2017-18 സീസണിലും അടിച്ചിട്ടുണ്ട്. യുഎഫ സൂപ്പർ കപ്പ് 2012-2018 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. കോപ്പ ഡെൽ റേ 2012-13 ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. സൂപ്പർ ഡി എസ്പാനിയോള് 2014 ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. അങ്ങനെ 8 ട്രോഫികൾ സ്വന്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ അവസാന 10 വർഷത്തിൽ ഈ അത്ലറ്റിക്കോ മഡ്രിഡിൽ കളിച്ച ഒരു പ്ലെയർക്ക് ട്രോഫി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും വിശ്വസിക്കും? ഒരു ഡൊമസ്റ്റിക് ട്രോഫി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഡൊമസ്റ്റിക് പോലും ഒരു ലാ ലീഗ് ഇല്ല, ഒരു കോപ്പ ഡെൽ റേ ഇല്ല, ഒന്നും ഇല്ലാതെ ഇരുന്നിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട്. ആരാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? അതെ, സാക്ഷാൽ ഗ്രേസ്മാന് ഈ ഒരു 10 വർഷം അത്ലറ്റിക്കോ മഡ്രിഡിന്റെ കളിച്ചിട്ട് ഒരു ട്രോഫി പോലും സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. അപ്പോൾ സിമിയോണിയെക്കാളും ഭാഗ്യമില്ലാത്ത ചങ്ങായി ടീമിൽ തന്നെ ഉണ്ട്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി ഇടയ്ക്ക് 2 വർഷം ബാഴ്സലോണയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അത്ലറ്റിക്കോ മഡ്രിഡ് ലാ ലീഗ് തൂക്കുന്നത്. അങ്ങനെ ആ ഒരു 2 വർഷം നിന്നതിൽ ട്രോഫികൾ ഇങ്ങോട്ട് അത്ലറ്റിക്കോ മഡ്രിഡ് തൂക്കി. പക്ഷെ ഗ്രേസ്മാന് ആ ഒരു ജേഴ്സിയിൽ തൂക്കാൻ പറ്റില്ല എന്ന കാരണം. അങ്ങനെ വർഷങ്ങൾ, അപ്പോൾ 12 വർഷങ്ങൾ ട്രോഫികൾ ഇല്ലാതെ ഒരു കരിയർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആള് ടീമിന് വേണ്ടി എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും നടന്നിട്ടില്ല. ഈ കോപ്പ ഡെൽ റേയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 32 ട്രോഫികൾ നേടിയിട്ടുള്ളത് സാക്ഷാൽ ബാഴ്സലോണയാണ്. അത്ലറ്റിക് ക്ലബ്ബാണ് 24 തവണ നേടിയിട്ടുള്ളത്. റയൽ മഡ്രിഡ് 3-ാം സ്ഥാനത്താണ് 20 പ്രാവശ്യം നേടിയിട്ടുണ്ട്. അത്ലറ്റിക്കോ മഡ്രിഡ് 10 പ്രാവശ്യം നേടിയിട്ടുണ്ട്. അതിനുശേഷം വലൻസിയ 8 പ്രാവശ്യം, അതിനുശേഷം സെവില്ല 5 പ്രാവശ്യം, എസ്പാനിയോൾ 4 പ്രാവശ്യം, റയൽ സോസിഡാഡ് 4 പ്രാവശ്യം, റയൽ ബെറ്റീസ് 3 പ്രാവശ്യമൊക്കെ നേടിയിട്ടുണ്ട്. ഇതാണ് കോപ്പ ഡെൽ റേയുടെ ചരിത്രം. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്നത്തെ താരം നമ്മുടെ ഗോൾ കീപ്പറായിട്ടുള്ള മറേറോ തന്നെയാണ്. ചങ്ങായി കളിക്കളത്തിലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു. സെർലോത്തിന് വേണ്ടിയിട്ടുള്ള അവര് ഹൈ ഇങ്ങനെ ക്രോസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെറ്റ് പീസുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഗോൾ അടിക്കാന്നുള്ള ശ്രമത്തിനൊക്കെ ഈ ചങ്ങായി ഒരു പരിധി വരെയൊക്കെ ആളിൽ കഴിയുന്ന എല്ലാം എടുത്തിട്ട് ആള് എഫേർട്ട് ഇടുന്നത്. അത് കാരണം സെർലോത്തിന്റെ തലയുടെ മുകളിൽ നിന്നൊക്കെ ഹെഡ് ചെയ്യാൻ വരുന്ന ബോൾ നിന്നൊക്കെ റാഞ്ചി കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കിടിലൻ
ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് അർഹനായ ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കോപ്പ ഡെൽ റേയിൽ സെമിഫൈനലിൽ ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ 4-0 അത്ലറ്റിക്കോ മഡ്രിഡ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. സെക്കൻഡ് ലെഗിൽ ക്യാമ്പ് നൗവിൽ പോയിട്ട് 3-0 ബാഴ്സലോണ ജയിച്ചാലും 4-3 അഗ്രിഗേറ്റിലാണ് അവർ ഫൈനലെത്തിയത്. അതേപോലെ റയൽ സൊസൈഡഡ് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക് ക്ലബിനെ 1-0 പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ഫൈനലിലെത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അർഹിച്ചൊരു ട്രോഫി സ്വന്തമായിരിക്കുന്ന അമേരിക്കക്കാരനായ ഒരു കോച്ചായിട്ട് ആദ്യമായിട്ട് ടോപ്പ് 5 ലീഗിൽ ഒരു മേജർ ട്രോഫി നേടുന്ന റയൽ സൊസൈഡാഡിന്റെ കോച്ച്. അതേപോലെ തന്നെ ഇനി സിമിയോണിക്കുള്ളത് എന്തായാലും സിമിയോണി, എനിക്ക് തോന്നുന്നു സിമിയോണി ഈ ലാ ലീഗും ചാമ്പ്യൻസ് ലീഗിന്റെ പിന്നാലെയൊക്കെ പോയിട്ട് ഇത് കളി എന്തോ കയ്യിൽ നിന്ന് വിട്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ആ ഒരു 14 സെക്കൻഡിലുള്ള ഗോള് വീണു. അതിനുശേഷം ഫസ്റ്റ് ഗോളിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന്റെ ഒടുവിൽ ലുക്മാനിലൂടെ 18-ാം മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്യണം. അതിനുശേഷം 45-ാം മിനിറ്റിൽ വീണ്ടും റയൽ സൊസൈഡാഡ് മുന്നിലെത്തി 2-1. അപ്പോ ഈ ഒരു കളി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ എങ്ങനെയാണ് റയൽ സൊസൈഡാഡ് അഥവാ അത്ലറ്റിക്കോ മഡ്രിഡ് കളിച്ചതെന്ന് പറഞ്ഞാൽ അവര് ആ ഒരു ഒരാൾ ഗോൾ ഡിഫെൻഡ് ചെയ്യാനും ഒരാൾ ഗോൾ അടിക്കാനും അങ്ങനെ 2-2 സമനിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആ ഒരു കളി എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക. 90 മിനിറ്റ് കഴിയണമെന്നായിരുന്നു ഒരു ടീമിന്റെ കളിയെങ്കിൽ മറ്റൊരു ടീം അതിനെ ഡിഫെൻഡ് ചെയ്ത് കളിക്കുകയായിരുന്നു. അതേപോലെ എക്സ്ട്രാ ടൈം തുടങ്ങിയ ശേഷം റയൽ സൊസൈഡാഡിന്റെ ആക്രമണങ്ങളാണ് തുടങ്ങിയത്. എന്താ പറഞ്ഞാൽ കിടിലൻ 2-3 ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ യൂലിയൻ ആൽവാരസിന്റെ ഒരു കിക്കൊക്കെ പോസ്റ്റിൽ തട്ടി തെറിച്ചു പോകുന്നുണ്ട്. അങ്ങനെയുള്ള സിനാരിയോ കണ്ടിട്ട് ആ ഒരു ഫസ്റ്റ് എക്സ്ട്രാ ടൈമിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഒരു 5 മിനിറ്റോടുകൂടി റയൽ സൊസൈഡാഡ് അറ്റാക്ക് നിർത്തി. അതിനുശേഷം ടൈം വേസ്റ്റ് ചെയ്യലും അതേപോലെ തന്നെ എന്താ പറയുക ഇവർക്കറിയാം 2 ഗോൾ എങ്ങനെയും ഒരു ഗോൾ അടിച്ച് ലീഡ് നേടിയിട്ട് ജയിക്കുക, അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ട് പോയി ജയിക്കുക എന്നുള്ളത്. പെനാൽറ്റി ഷൂട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാണ്. അങ്ങനെ സെർലോത്തായിരുന്നു ഫസ്റ്റ് കിക്ക് എടുക്കാൻ വേണ്ടി. സെർലോത്ത് ഭയങ്കര ചിരിച്ച് കൂളായിട്ട് വന്നു. പക്ഷേ ഈ ഗോൾ കീപ്പർ ഉണ്ടല്ലോ റയൽ സൊസൈഡാഡിന്റെ ഒരു കിടിലൻ സേവിലൂടെ ആ ഒരു ഇത്. അപ്പോൾ അടുത്ത കിക്ക് മൂസോ തടുക്കാതെ 1-0 ലീഡ് നേടുന്നത്. സെക്കൻഡ് കിക്ക് നമ്മുടെ യൂലിയൻ ആൽവാരസ് എടുക്കാൻ വേണ്ടി ഒരു കിട്ടിയ കിക്ക് തന്നെ പറയാം. ഫുൾ ലെങ്ത്തിൽ ഡൈവ് ചെയ്തിട്ടാണ് ആ കിക്ക് സേവ് ചെയ്യുന്നത്. അതിന്റെ അടുത്ത കിക്ക് മൂസോ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ വിധി 4-3 അത്ലറ്റിക്കോ മഡ്രിഡിക്ക് പരാജയപ്പെടാനായിരുന്നു ഇവിടെ. അങ്ങനെ റയൽ സൊസൈഡാഡ് വീണ്ടും കോപ്പ ഡെൽ റേയുടെ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മഡ്രിഡ് 14 ഷോട്ടുകളാണ് എടുത്തുള്ള, അതിൽ 4 ഓൺ ടാർഗറ്റിലേക്കാണ്. റയൽ സൊസൈഡാഡ് 10 ഷോട്ടുകൾ മാത്രം എടുത്തുള്ള, അതിൽ 4 ഓൺ ടാർഗറ്റിലേക്ക് എത്തിയപ്പോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 64% പൊസിഷൻ ഉണ്ടായിരുന്നു അത്ലറ്റിക്കോ മഡ്രിഡിന്റെ കയ്യിൽ. അവിടെ വെറും 36%. എന്താണ് ഫസ്റ്റ് ഗോൾ അടിക്കുക പിന്നെ ഡിഫെൻസ് ചെയ്യുക, ഫസ്റ്റ് ഗോൾ അടിക്കുക ലീഡ് നേടുക പിന്നെ ഡിഫെൻഡ് ചെയ്യണം. അവരുടെ ഒരു പോളിസി ഇന്നത്തെ കളി ഉണ്ടായിരുന്നു. അങ്ങനെ 628 പാസുകൾ അത്ലറ്റിക്കോ മഡ്രിഡ് കംപ്ലീറ്റ് ചെയ്ത് വെറും 313 പാസുകളെ റയൽ സൊസൈഡാഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 89% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു അത്ലറ്റിക്കോ മഡ്രിഡിന്. 72% പാസിംഗ് അക്യുറസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റയൽ സൊസൈഡാഡിന്. അതേപോലെ 16 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 17 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 യെല്ലോ കാർഡും അവിടെ 3 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 5 കോർണേഴ്സ് അത്ലറ്റിക്കോ മഡ്രിഡ് കിട്ടിയപ്പോൾ 6 കോർണേഴ്സ് റയൽ സൊസൈഡാഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശുഭം. അങ്ങനെ ഒരു ടൂർണമെന്റ് കൂടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനുകൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് സൂപ്പർ സൺഡേ, ഇന്നൊരു കിടിലൻ മത്സരം നടക്കാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. ആരും തന്നെ മിസ് ചെയ്യരുത്. ഇന്ത്യൻ സമയം 9 മണിക്കാണെന്നാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ എനിക്ക് തോന്നുന്നു ചാമ്പ്യന്മാരെ, അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാൻ പോകുന്നത് ആരാണെന്ന് ഈ മത്സരം നിർണ്ണയിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ലീഗിൽ 6 പോയിന്റ് ലീഡാണ് ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റി ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ സിറ്റി എങ്ങാനും ജയിക്കുകയാണെങ്കിൽ പിന്നെ ടൈറ്റാണ് കോമ്പറ്റീഷൻ. സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായി ഇത്തിഹാദിൽ വെച്ച് നടക്കാൻ പോകുന്ന മത്സരം. ആഴ്സണൽ ഇപ്പോൾ അവസാനമായിട്ട് കുറേ മത്സരങ്ങൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 9 പോയിന്റ് ലീഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 പോയിന്റാണ്. ഒരു മത്സരം മാഞ്ചസ്റ്റർ സിറ്റി ഒരു മത്സരം ആഴ്സണലിനെക്കാളും കുറവാണ് സിറ്റി കളിച്ചിട്ടുള്ള കാര്യം ആലോചിക്കണം. അപ്പം എന്തായാലും ഇന്നത്തെ കളി 2 ടീമിന് നിർണായകമാണ്. പക്ഷേ സിറ്റി ഭയങ്കര ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ലറ്റിക്കോ മഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിലും സ്പോർട്ടിംഗ് സിപി ആയിട്ട് 1-0 2 ലെഗുകളായിട്ട് 1-0 കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് പറയാം. അവിടെ സിറ്റിക്ക് പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ല. അപ്പോൾ അവരുടെ ഇനിയുള്ള ആ ഒരു കർബാവോ കപ്പ് കിട്ടിയ കയ്യിൽ ഇനി FA കപ്പിൽ കിടക്കുന്നുണ്ട് അവർക്ക്. പക്ഷേ ഈ 2 കപ്പിൽ നിന്നും ആഴ്സണലിനെ പുറത്താക്കി. ആഴ്സണലിൽ മറ്റേ ഇതിലാണ് പുറത്തായത്, ഏത് കർബാവോ കപ്പിന്റെ ഫൈനലിൽ സിറ്റിയോട് ഏറ്റ പരാജയത്തിന് പുറത്തുപോയി. അതേപോലെ ഇവിടെ സദംപ്ടൺ FC ആയിട്ട് FA കപ്പിൽ പുറത്തുപോയിട്ടുണ്ട്. സിറ്റിക്ക് ഇനി 2 കപ്പും കൂടി ബാക്കിയുണ്ട്. അവർ ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിക്കാനുള്ള ഒരു പരിപാടിയിലായിരിക്കും. പക്ഷെ ആർട്ടറ്റ വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. നാളത്തെ മത്സരം എന്തായാലും തീപ്പാറും, അതിൽ യാതൊരു സംശയമില്ല. അപ്പം എന്തായാലും കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.